അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ കൊല്ലത്ത് നിന്ന് കോയമ്പത്തൂർക്ക് വന്നു. കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിൽ നിന്ന് കോത്തഗിരി വഴി നമ്മളിപ്പോൾ കോടനാട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോടനാട് എത്തി ഗായ്സ്. ഭൂപ്രകൃതിയുടെ 220 ഡിഗ്രിയോളം നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിൽ 6000 അടി ഉയരത്തിലുള്ള കോടനാട് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോത്തഗിരിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമാണ് ഈ പറയുന്ന കോടനാട് വ്യൂ പോയിന്റിലേക്ക്. കോടനാട് വ്യൂ പോയിന്റിലേക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ മുകളിൽ നേരത്തെ ഒരു മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് താഴെ വന്ന് ഇവിടെ ഇങ്ങനെയാണ് നിന്നപ്പോൾ ഭയങ്കര സൈലൻസിൽ ആ മയിലിന്റെ കരച്ചിൽ കേട്ടു. എന്ത് രസമായിരുന്നു അറിയോ. നിങ്ങൾക്ക് എന്റെ സൗണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 18-19 ഡിഗ്രി സെൽഷ്യസിൽ തണുത്ത് വിറച്ച് നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ. പെട്ടെന്നാണ് ആ കോട കയറി വരുന്നതും പോകുന്നതുമല്ല. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ കോട മാറുകയും അതേപോലെ തന്നെ കയറി വരികയും ചെയ്യുന്നുണ്ട്. കോട കയറി വരുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കി അവിടെ ഒരു ടൗൺ കാണാം. അതേപോലെ ഇവിടുന്ന് കോട മാറി വരുന്നുണ്ട്. അതെ, അവിടെ ഒരു വാട്ടർഫോളും കാണാം. നല്ല രസമുണ്ട്. ഒന്ന് ആ പാറയുടെ ആ ഒരു കളറിലേക്ക് അത് മാറിയിരിക്കുന്നത്, മുകളിൽ മാത്രം ആ ഒരു കളറ്. അതേപോലെ തന്നെ ഇവര് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവം കെട്ടി തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ കോട ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെ കാണാൻ പറ്റും. ഫുൾ ഒരു പച്ചപ്പും കാര്യങ്ങളും എല്ലാമായിട്ട്. ഇപ്പം കോട കയറി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അത് വേറൊരു വ്യൂ ആണ് സമ്മാനിക്കുന്നത് തന്നെ. ഇതിന്റെ താഴെയാ അവിടെ ഉണ്ടല്ലേ? പിന്നെ ടിക്കറ്റ് എടുക്കണം. നമ്മൾ ബസ്സിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ ബസ്സിൽ വന്നോണ്ട് ടിക്കറ്റ് എടുക്കണം. എന്തിനാ? ഓ അങ്ങനെ. നമ്മൾ VIP. അത്രയും നല്ല അടിപൊളി ടോയ്ലറ്റ് വ്യൂ ഒക്കെ കണ്ടോ. ഇവിടെ കയറി നമുക്ക് 2 ചായ കുടിക്കാം. പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. മുട്ടായൊക്കെ ഉണ്ട്. നമുക്ക് 2 സെൻട്രൽ ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കണം. 10:30 കുറച്ചുണ്ട്. നമുക്ക് ബാക്കി ഇരുന്ന ബ്രെഡും കൂടെ സെറ്റാക്കി ഞാൻ കഴിക്കാം. അതാകുമ്പം ഇന്നത്തെ കൊള്ള രാവിലത്തെ ഫുഡാകും സെറ്റാവും. പിന്നെ ഇവിടുന്ന് ഇനിയിപ്പം എത്ര മണിക്കാ? 10:30 ബസ്സുണ്ട്. അപ്പം ഇവിടുന്ന് ഇനി 10:30 ആകുമ്പോഴത്തേക്കും അതിൽ കയറി തിരിച്ച് നമ്മൾ കോത്തഗിരി പോകണം. അവിടുന്ന് ഊട്ടി. അപ്പം നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി. നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ കിടപ്പുണ്ട്. എപ്പോൾ എടുക്കുമെന്ന് അറിയത്തില്ല. എടുക്കുമ്പോഴത്തേക്കും കയറാം. മറ്റേ ബാഗൊക്കെ വെച്ച് മറ്റേ ഇങ്ങനെ നിൽക്കാണ്. അതേപോലെ തന്നെ നമ്മൾ വന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും വേണ്ടിയിരുന്നില്ല. പക്ഷേ ഈ പ്രൈവറ്റായിട്ട് കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ വരുന്നവര് ഉറപ്പായിട്ടും ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാഗ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. അവര് വണ്ടി ഇപ്പൊ എടുക്കും തോന്നില്ല.
എത്ര മണിക്ക് എടുക്കണം? നമ്മള് വീണ്ടും കോത്തേരിയിൽ വന്നു. ഇനി ഇവിടുന്ന് നമുക്ക് ഊട്ടിക്ക് പോകണം. അതിനുള്ള ബസ്സിനി കണ്ടുപിടിക്കണം. ഏതാണ് ബസ്, എവിടെയാണ്? ഇവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് സ്റ്റാൻഡിൽ നിന്നല്ല, താഴെ നിൽക്കണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇനി അവിടെയാണോന്ന് അറിയത്തില്ല. അവിടെ ഇനി അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. വേറൊരു ചേട്ടനൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാം. ഇവിടെ എന്താ ബസ് വരുമെന്നാണ് പറഞ്ഞത്. ഈ നിൽക്കുന്നവരുമൊക്കെ ബസ്സിൽ പോകാൻ നിൽക്കുക. ഇന്നലെ ബസ് വന്നില്ല, കുറേ നേരം ആയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം, ബസ് വരുമോ നോക്കട്ടെ. കോത്തഗിരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതും ബസ്സിൽ. സ്ഥലമില്ലെങ്കിൽ അതൊരു യാത്രാനുഭവമാണ്. ഒരു ഇടിയും തള്ളും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ബസ് സമയത്തിനില്ലായിരുന്നു. അതുകൊണ്ട് വന്ന ബസ്സിൽ എല്ലാവരും കൂടി ഇടിച്ചു കയറി മൊത്തം ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയില്ല. നമ്മൾ പിടിക്കാൻ നിൽക്കുക. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1 hour ട്രാവൽ എന്തോ ഉണ്ടായിരുന്നു ഊട്ടിയിലേക്ക്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും ഡിലേ ആയി. പിന്നീട് ഞങ്ങൾ ലോഡ്ജ് തപ്പി ഇറങ്ങി. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഡ്ജ് ഇവിടെ കിട്ടുമെന്നാണ് ആ ബസ്സിലെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അത് തപ്പി ഇറങ്ങിയതായിരുന്നു. നമ്മൾ ഈ ആദ്യം കയറിയ ലോഡ്ജ് തന്നെ ഓക്കെ ആയിരുന്നില്ല. കാരണം അവിടെ ചൂടുവെള്ളം പോലും അവൈലബിൾ അല്ലായിരുന്നു. ചൂടുവെള്ളം എടുക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പൈപ്പിൽ പോയി ബക്കറ്റിലൊക്കെ എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അപ്പോൾ അത് റേറ്റും കൂടെ അതങ്ങോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു റൂം തപ്പിപ്പിടിച്ചു. അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തേക്ക് അവിടെ നിന്നു. എന്തായാലും തൽക്കാലത്തേക്ക് നമുക്കൊരു റൂം കിട്ടി. നാളെ രാവിലെ തന്നെ വെക്കറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് ജസ്റ്റ് ഇന്ന് രാത്രിത്തേക്കൊന്ന് തങ്ങാൻ വേണ്ടിയിട്ട് ഒരു റൂം സെറ്റ് ചെയ്തു. ഇനി ഒന്ന് പുറത്തു പോകണം, ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കണം, കഴിക്കണം. പിന്നെ ഇനി നാളെ രാവിലെ എണീക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോയി ഫ്രഷ് ആവട്ടെ. ഞങ്ങൾ പിന്നീട് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് നടന്നു. എന്നിട്ട് പിന്നീട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. കാരണം നാളെ രാവിലെ നേരത്തെ എണീക്കണം, അതുകൊണ്ട് നേരത്തെ കിടക്കണം. നാളെ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ 6 മണി ആ ഒരു ടൈമിലെന്തോ ആണ് നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ ഇതിലും മികച്ച ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.